UDF-ൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് തർക്കത്തെ ചൊല്ലിയുള്ള പോര് ഇടുക്കിയിൽ മുറുകുകയാണ്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തോട് ഇടഞ്ഞ് മുസ്ലിം ലീഗ്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ 3 വാർഡുകളിൽ ലീഗ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. പക്ഷെ ഉടുമ്പൻചോല നേതാക്കന്മാര് ഒരുപക്ഷെ ചിന്തിക്കുന്നത് ഏത് വിധത്തിലാണെന്ന് ഞങ്ങൾക്ക് തീരെ മനസ്സിലാകുന്നു. സേനാപതി വേണുവാണ് തീരുമാനിക്കുന്നത്, അവരവിടുത്തെ ഹൈക്കമാൻഡ്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ 7, 16 വാർഡുകളിലും രാജാക്കാട് പഞ്ചായത്തിലെ 9-ാം വാർഡിലുമാണ് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ നെടുങ്കണ്ടം 7-ാം വാർഡിൽ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി സിയാദ് കുന്നുകുഴിയും 16-ാം വാർഡിൽ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റഷീദും രാജാക്കാട് 9-ാം വാർഡിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KM സുധീറുമാണ് മത്സരിക്കുന്നത്. അവരെ ചർച്ചയ്ക്ക് വിളിക്കുകയോ നമുക്കൊരു സീറ്റ് തരാൻ തയ്യാറാവുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, രാജാക്കാട് പഞ്ചായത്തിലെ 9-ാം വാർഡ് മുസ്ലിം ലീഗിന് നൽകാമെന്നുള്ള നിബന്ധന പോലും, എഗ്രിമെന്റ് പോലും അട്ടിമറിക്കപ്പെട്ട് മുസ്ലിം ലീഗിനെ അപമാനിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നെടുങ്കണ്ടത്തെ 2 വാർഡുകളിൽ ലീഗാണ് മത്സരിച്ചത്. ഇതോടൊപ്പം രാജാക്കാട് പഞ്ചായത്തിലെ 1 വാർഡ് മുസ്ലിം ലീഗിന് വിട്ടുനൽകാമെന്നും ധാരണ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ മുന്നണി മര്യാദകൾ പാലിക്കാതെ കഴിഞ്ഞ തവണ മത്സരിച്ച വാർഡുകൾ പോലും പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് ആരോപണം. മാതൃഭൂമി ന്യൂസ്, കുമളി.